ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2238. ഇന്ന് ഫെബ്രുവരി മാസം 15-ാം തീയതി, 46-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ച് വലിയ നോമ്പിന്റെ തലേ ദിവസമാണ് പേത്തർത്ത ഞായർ എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ അതിനെ വിശേഷിപ്പിക്കുന്നു. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നു, തന്റെ മനുഷ്യാവതാര പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ക്രിസ്തുയേശു ചെയ്ത ആദ്യത്തെ അടയാളമാണ് ധ്യാന വിഷയം. അതെ, തമ്പുരാൻ വെള്ളത്തെ തൊട്ടപ്പോ അത് മേൽത്തരം വീഞ്ഞായി മാറി. മരണാസന്നനായ രോഗിയെ കാണാനായിട്ട് രാജാവെത്തി. രാജാവിനെ കണ്ടതോടെ ആ രോഗി വാവിട്ട് നിലവിളിച്ചു. കാരണമാരാഞ്ഞ രാജാവിനോട് ആ രോഗി പറഞ്ഞു, എന്റെ ജീവിതമാകുന്ന വസ്ത്രം ഒരിക്കൽ കൂടി തുടക്കം മുതൽ നെയ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രാജാവിന് വലിയ അത്ഭുതം തോന്നി. അദ്ദേഹം ചോദിച്ചു, എന്നിട്ട് ഇനി ജീവന്റെയും മരണത്തിന്റെയും ഉടയവനായ ദൈവത്തെ മാത്രം ധ്യാനിച്ചും സേവിച്ചും തീരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരുടെ ജീവിതത്തിനാണ് ഇത് ചേരാതെ പോകുന്നത്? ഇങ്ങനെയൊരു നിലവിളി ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ജീവിതം അങ്ങനെ തീരുന്നു എന്നറിയുന്ന നിമിഷമാണ്. എന്തൊരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് പലരും ഓർത്തെടുക്കുന്നത്, തിരിച്ചറിയുന്നത്. ആരോ ഒരിക്കൽ പാടിയതുപോലെ, ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും ഓടിയതെല്ലാം വഴിനോക്കിയല്ലെന്നും ഒരാൾ തിരിച്ചറിയുന്നു. ഉത്തമഗീതത്തിലെ മണവാട്ടി ഏറ്റുപറയുന്നത് ഒന്ന് ഓർത്തെടുക്കേണ്ടതാണ്. ഏതൊരു മനുഷ്യനും എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല, അതോടെ ജീവിക്കാൻ ഒരു ഊഴം കൂടി ലഭിച്ചിരുന്നു എന്നൊക്കെ തീവ്രമായി കൊതിക്കുകയാണ്. നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുന്നില്ല പലരുടെയും ജീവിതത്തിൽ. പിന്നെ വാവിട്ട് കരയാതെ അയാളും നമ്മളും ഞാനും എന്തു ചെയ്യും? എന്നാൽ ഒരു വലിയ നോമ്പകാലത്തിന്റെ തൊട്ട് തലേന്നാവുമ്പോ എല്ലാം ഒന്നും കൂടി വൃത്തിയായി അഴകോടെ ആരംഭിപ്പാനായിട്ട് ഒരുപക്ഷെ ഒരു അവസരം കൂടി തമ്പുരാൻ നൽകുന്നുണ്ടാവും. അതെ, വെള്ളമായതിനെ വീഞ്ഞാക്കാനായിട്ട് ആ ഒരു കരസ്പർശം മതി. നമ്മൾ അതിനൊന്നും പാകപ്പെടണമെന്നേ ഉള്ളൂ. തമ്പുരാന്റെ പിന്നാലെ നമ്മളൊന്ന് സഞ്ചരിച്ച് നീങ്ങാനായിട്ട് ദീർഘമെന്നോ ഹ്രസ്വമെന്നോ പറയാവുന്ന 50 ദിനങ്ങൾ ഒന്ന് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചാലോ? ആമേൻ.